കുരിശിൽ ക്രിസ്തുവിനെ മുറിവേൽപ്പിച്ച ശിലാനിർമ്മിതമായ കുന്തം അപ്പോസ്തോലനായ എഡേസയിലെ വിശുദ്ധ തദേവൂസ് കൊണ്ടുവന്നുവെന്ന് വിശ്വസിക്കപ്പെടുന്നതും ഏകദേശം 500 വർഷക്കാലം സൂക്ഷിച്ചിരുന്നതുമായ അർമേനിയൻ മധ്യകാല വാസ്തുവിദ്യയുടെ മകുടോദാഹരണമായി മാറിയ പാറകളിൽ വെട്ടിയെടുത്ത ശവക്കല്ലറകളുള്ള അർമേനിയയിലെ ഗഹാഡ് മൊണാസ്ട്രിയിലേക്കാണ് ഇന്ന് നമ്മൾ പോകുന്നത്. മൊണാസ്ട്രിയുടെ പാർക്കിങ്ങിൽ ചെറിയ വഴിയോരക്കടകളും അർമേനിയൻ മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ് വായിക്കുന്നവരെയും നമുക്ക് കാണാം. നൂറ്റാണ്ടുകളുടെ ചരിത്രമേന്തുന്ന ശിലാലിഖിതങ്ങളായ കാച്ചറുകളാണ് ഇത്. AD 4-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ ഗ്രിഗറി ദ ഇലുമിനേറ്റർ സ്ഥാപിച്ച ഈ ആശ്രമം അർമേനിയയിൽ ക്രിസ്തുമതം ദേശീയ മതമായി സ്വീകരിച്ചതിനെ തുടർന്ന് നിർമ്മിച്ചതാണ്. അസാദ് താഴ്വരയിൽ ഉയർന്ന പാറക്കെട്ടുകളാൽ ചുറ്റപ്പെട്ട മനോഹരമായ പ്രകൃതി സൗന്ദര്യമുള്ള ഒരു ഭൂപ്രകൃതിയിലാണ് മധ്യകാല കെട്ടിട സമുച്ചയം സജ്ജീകരിച്ചിരിക്കുന്നത്. മൊണാസ്ട്രിയുടെ മിക്കവാറും ഭാഗങ്ങൾ പാറ കൊത്തി നിർമ്മിച്ചതാണ്. കാലപ്പഴക്കം കൊണ്ടും പ്രകൃതിക്ഷോഭങ്ങൾ കൊണ്ടും തകർന്ന മൊണാസ്ട്രിയുടെ പ്രധാന മാളികയുടെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ നടക്കുകയാണ് ഞങ്ങൾ ചെന്നപ്പോൾ. കല്ലിൽ കൊത്തിയ വാതിലുകളും ഗോപുരങ്ങളും ചുമരുകളിൽ ചിത്രീകരിച്ച ക്രൂശുകളുടെ കുത്തുപണികളും കൽപ്പാളികളിൽ ഒളിഞ്ഞിരിക്കുന്ന പഴയ ലിപികളും. പ്രധാന പള്ളി ക്ലാസിക് അർമേനിയൻ രൂപത്തിലാണ്. ഇപ്പോഴും ആരാധന നടക്കുന്ന ഈ പള്ളിയുടെ താഴികക്കൂടത്തെ താങ്ങി നിർത്തുന്നത് ഈ വലിയ കരിങ്കൽ തൂണുകളാണ്. അർമേനിയൻ സംസ്കാരത്തിന്റെയും ആതിഥ്യ മര്യാദയുടെയും ഭാഗമായ മലമുകളിൽ നിന്ന് വരുന്ന ശുദ്ധമായ തണുത്ത നീരുറവ ഈ പുൽപ്പുലാക്കിൽ നിന്ന് കുടിച്ചും ദാഹം തീർത്ത് ഞങ്ങൾ ഗഹാഡ് മൊണാസ്ട്രിയോട് വിട പറഞ്ഞു.